ഹായ് എവരിവൺ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു ബൗളിലേക്ക് 1 കപ്പോളം മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം കടലമാവും 1/4 കപ്പോളം അരിപ്പൊടിയും ഒന്ന് ചേർത്ത് മിക്സ് ചെയ്യാം. മൈദയിലേക്ക് കടലമാവും അരിപ്പൊടിയും നന്നായി മിക്സ് ആകുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ പച്ചമുളക് ചോപ്പ് ചെയ്തതും അതുപോലെ തന്നെ ഒരു പിടി മല്ലിയില നന്നായിട്ട് തീരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള വറ്റൽമുളകും. ഇനി ഇതിലേക്ക് 1 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് കട്ട കെട്ടാത്ത രീതിയിൽ ദോശമാവിൻ്റെ കട്ടിയിലുള്ള ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പഴംപൊരിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് നല്ല പഴുത്ത ഈത്തപ്പഴം എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നല്ല എരിവും മധുരവും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേകതരം ടേസ്റ്റുള്ള നല്ലൊരു സ്നാക്കാണ് ഇത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാനും പറ്റും. എപ്പോഴും ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റും അല്ല, ഒരു വ്യത്യസ്തതയും ഉണ്ടാവും. ഈ ഒരു ബാറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് പഴംപൊരി മാത്രമല്ല പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വഴുതനങ്ങയൊക്കെ കട്ട് ചെയ്തിട്ട് അതും ഈ ഒരു ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ബാറ്റർ ഞാനിവിടെ പാകത്തിന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് ബാറ്റർ വേണ്ടത്. അത്യാവശ്യം ഒരു ദോശമാവിൻ്റെ കട്ടിയാണ് വേണ്ടുള്ളത്. പഴംപൊരിക്ക് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ബാറ്ററിൻ്റെ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫൈനൽ സ്റ്റെപ്പായിട്ട് ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ബേക്കിംഗ് സോഡ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ബേക്കിംഗ് സോഡ ചേർത്തിട്ടുള്ളത്. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്ക് നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുള്ള ഏത്തപ്പഴം ഓരോന്നായി ബാറ്ററിലേക്ക് മുക്കിയ ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കണ്ട. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും അതിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ആക്കി വയ്ക്കാനും മറക്കണ്ട. ഇതുപോലെ സിമ്പിളും വെറൈറ്റിയും ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. നെക്സ്റ്റ് മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ മൈ ചാനൽ.